ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല കുറച്ച് ടിപ്സുമായിട്ടാണ്. നമ്മൾ വീട്ടമ്മമാർക്ക് വളരെ ഈസി ആയിട്ട് 10 ദിവസം കൊണ്ടൊക്കെ ചെയ്ത് തീർക്കാവുന്ന ജോലികൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന നല്ല കുറച്ച് ടിപ്സുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടു നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ രാവിലെയൊക്കെ വേഗത്തിൽ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുക്കറാണ് ഉപയോഗിക്കാറ്. അങ്ങനെ നമ്മൾ കുക്കറിലൊക്കെ ചോറ് വെച്ച് കഴിഞ്ഞാൽ ആ ചോറ് നാറിക്കഴിഞ്ഞാൽ പരസ്പരം ഒട്ടിപ്പിടിച്ച് ഒരു അവസ്ഥയായി കാണും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നമുക്ക് എപ്പോഴും ചോറ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അരിയൊക്കെ ഇതുപോലെ കഴുകിയതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ് ആ അരിയുടെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു 10 മിനിറ്റ് അരി ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഐസ് ക്യൂബ് ഇട്ട് ആ ഒരു വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞ് വീണ്ടും നമുക്ക് എത്രത്തോളമാണോ നമ്മൾ അരി എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ ആ അരി കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചോറ് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ചോറ് ആറിക്കഴിഞ്ഞാലും പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് കൊണ്ട് തന്നെ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ നമ്മുടെ ചോറ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ല ടിപ്പാണ്. ഐസ് ക്യൂബ് കൊണ്ട് നമുക്ക് ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിപ്പിടിക്കാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എപ്പോഴും ചോറിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ടിപ്പാണ്. ഇനി കുക്കറിൽ നിങ്ങൾ ചോറ് വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ആ ചോറൊക്കെ വെന്ത് കഴിഞ്ഞ് നല്ല പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ നമ്മുടെ ചോറ് കിട്ടിയിട്ടുണ്ട്. ആറിക്കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ചോറ് ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഐസ് ക്യൂബ് വെച്ച് ഇതുപോലെ ഇനി നിങ്ങൾ ചോറ് കുക്കറിൽ വെക്കുന്ന സമയത്തൊന്ന് സോക്ക് ചെയ്ത് വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനത് ഇതുപോലൊരു പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ കുറച്ച് മൂടിയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇനി നമുക്കിവിടെ ആവശ്യമുള്ളത് 4 മൂടിയാണ്. ആ 4 മൂടി ഞാനിവിടെ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഇതാ നമുക്ക് ഈ പ്ലാസ്റ്റിക് പാത്രം ഒന്ന് ഇതുപോലൊന്ന് തിരിച്ചു വെക്കാം. എന്നിട്ട് നമുക്കിതാ ഈ ഒരു മൂടി ഈ 4 ഭാഗത്തേക്കുമായിട്ട് നമുക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഈ മൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര തന്നെ വെള്ളം തട്ടിയാലും പിന്നീട് ആ മൂടി അവിടെ നിന്ന് വരില്ല കേട്ടോ. പ്ലാസ്റ്റിക് അല്ലേ, ഒന്ന് ചൂടാക്കി നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ അവിടെ പിടിച്ച് നിന്നോളും. അപ്പോൾ ഇതാ ഞാനൊന്ന് ചൂടാക്കിയിട്ട് ആ മൂടി ഒന്ന് ഇതുപോലൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മൂടിയൊക്കെ ഞാൻ ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലൊന്ന് ആ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടോട് കൂടി നമ്മൾ അതുപോലെ ബോട്ടിലിൻ്റെ മൂടി വെക്കുമ്പോൾ ആ പ്ലാസ്റ്റിക് പാത്രം നന്നായിട്ട് പിടിച്ച് നിന്നോളും. അപ്പോൾ 4 മൂടി ഞാൻ ഇതുപോലെ നന്നായിട്ട് ഒട്ടിപ്പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളിതുപോലെ ഒന്ന് ഗമ്മൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇതുപോലെ ചെയ്യുന്നതാണ്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ മുകളിലേക്ക് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ യൂസ് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതാ ഞാൻ അതിലേക്ക് ഡിഷ് വാഷാണ് ഇട്ട് കൊടുക്കുന്നത്. ഡിഷ് വാഷും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രബ്ബറൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രം കഴുകാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബറൊക്കെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ ആ ഇട്ട് കൊടുത്ത ഹോൾസ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സോപ്പ് പെട്ടെന്ന് അലിയുന്നതും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും വെള്ളത്തിലുള്ള ഒരു സാധനമാണ് ഈ ഒരു ഡിഷ് വാഷ്. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൽ ഈ ഒരു സോപ്പ് കുതിർന്ന് പിന്നീട് നമ്മളത് ഉപയോഗിക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല. ഒരുപാട് ജെംസൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക് പാത്രം, ബോട്ടിൽ മൂടിയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാകും. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇത്. നമുക്ക് നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കി എടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിതാ ഈ ഒരു ഗ്യാപ്പ് വഴി, ബോട്ടിൽ മൂടിയുടെ ഈ ഒരു ഗ്യാപ്പ് വഴി ആ ഓട്ടയിൽ കൂടെ നമ്മളുണ്ടാക്കിയ ഒരു ഹോൾസ് വഴി സോപ്പിൽ ഉള്ള വെള്ളം അതുപോലെ തന്നെ സ്ക്രബ്ബറിലുള്ള വെള്ളമൊക്കെ താഴേക്ക് ഒലിച്ചിറങ്ങുകയും ചെയ്യും. ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് ഡിഷ് വാഷും അതുപോലെ തന്നെ നമ്മുടെ ഡിഷ് വാഷും സ്ക്രബ്ബറൊക്കെ നല്ല ഹൈജീനിക് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. നല്ലൊരു ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഡിഷ് വാഷിന് മാത്രമല്ല, നമുക്ക് നമ്മുടെ അലക്ക് സോപ്പ് അതുപോലെ തന്നെ കുളിക്കുന്ന സോപ്പ്, എല്ലാ സോപ്പും നമുക്ക് നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാനോ 2 3 നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അലക്കാനുള്ള സോപ്പും കുളിക്കാവുന്ന സോപ്പൊക്കെ ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് നമ്മുടെ സോപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു കിടിലൻ ടിപ്പാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ.
അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. നമ്മളിൽ ഒരുപാട് പേര് ഇതേപോലെ ഉള്ള പ്ലാസ്റ്റിക് കമ്മലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് പേർക്ക് ഈ ഗോൾഡ് അല്ലാത്ത ഐറ്റംസൊക്കെ കാതിലിട്ടാൽ വേഗത്തിൽ ചൊറിയ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടാകും. അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ടിപ്പാണ്. ഇതുപോലെ നിങ്ങൾ ആ കമ്മൽ യൂസ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു വെളുത്തുള്ളിയിലേക്ക് ആ ഒരു കമ്മലിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ഇറക്കി കൊടുത്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം നിങ്ങൾ ആ കമ്മൽ യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഈ പ്ലാസ്റ്റിക് കമ്മൽസൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അലർജിയൊന്നും നിങ്ങളുടെ കാതിന് ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാതിന് ഇതുപോലെ ഗോൾഡൊക്കെ ഇല്ലാതെ ഇതുപോലുള്ള കമ്മൽസൊക്കെ ഉപയോഗിക്കുന്നവർക്ക്, അലർജി ഉള്ളവർക്ക് നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. ഇതുപോലൊരു ക്യാൻഡിലാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നമ്മളൊക്കെ ക്യാൻഡിൽ കത്തിക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ആ ക്യാൻഡിൽ കത്തിത്തീരും. അപ്പോൾ ഇനി ഇതുപോലെ നമ്മൾ കത്തിക്കുന്ന സമയത്ത് മെഴുകുതിരി വേഗത്തിൽ കത്തിത്തീരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ നേരത്തേക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ടിപ്പാണ്. അത് ആ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മളുടെ ആ ഒരു തിരിയുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു കുഴിയിലേക്കായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് പൊടിയുപ്പ് ഇട്ട് കൊടുക്കാം. നമ്മളിതുപോലെ പൊടിയുപ്പ് ഇട്ടതിന് ശേഷം ആ ക്യാൻഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നേരത്തേക്ക് നമുക്ക് ആ ഒരു ക്യാൻഡിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ലൊരു ടിപ്പാണ്. ഞാൻ പരീക്ഷിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നമുക്കിനി നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ദിവസമായി ഈ ഒരു കുക്കർ ഉപയോഗിച്ചിട്ട്, അപ്പോൾ ഈ കുക്കറിൻ്റെ അടിഭാഗം ഒരുപാട് ദിവസമായി ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് തന്നെ നല്ല കറയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേഗത്തിൽ ഒരു പ്രയാസവും കൂടാതെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് ദോശ ബാറ്ററാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് ഹാർപ്പിക്കാണ്. അപ്പോൾ കുറഞ്ഞ അളവ് ദോശമാവ് മാത്രം മതിയെങ്കിൽ അത്രത്തോളം മാവ് എടുത്തതിന് ശേഷം നമുക്ക് ഞാനിവിടെ ഈ ഒരു ക്വാണ്ടിറ്റി മാവിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഹാർപ്പിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പുളിച്ച് എനിക്ക് ആവശ്യമില്ലാത്ത മാവാണ്. അതുപോലുള്ള മാവൊക്കെ ആയാലും മതി നമുക്ക് നമ്മുടെ ക്ലീനിങ് ടിപ്പിലേക്കായിട്ട്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ളൊരു ഉപയോഗം കണ്ടു നോക്കാം. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ കാണിച്ച കുക്കറിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു മാവും ഹാർപ്പിക്കും ചേർത്തിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ട് ആ കറയൊക്കെ ഉള്ള ഭാഗത്തേക്കായിട്ട് നന്നായിട്ടൊന്ന് തേച്ച് ഇതുപോലെ ഒന്ന് പിടിപ്പിക്കാം. നമ്മൾ പാഴാക്കി കളയുന്ന ആ ഒരു മാവ് മതി കേട്ടോ നമുക്ക് ഈ ഒരു ക്ലീനിങ് ടിപ്പിലേക്ക് വേണ്ടിയിട്ട്. നമുക്കധികം കൈ ഉരച്ചൊന്നും പാടുപെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഹാർപ്പിക്കും അതുപോലെ തന്നെ ദോശമാവും ചേർത്തിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ ഇതുപോലെ ആ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ആ കറിയൊക്കെ നല്ല ഡാർക്കായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കായിട്ട് കുറച്ചും കൂടെ കൂടുതലായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാനിവിടെ ഒരു 5 മിനിറ്റ് മാത്രമാണ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് മാറ്റാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ആ കറിയൊക്കെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഓൾറെഡി ഉണ്ടായിരുന്ന ആ കറിയും ജസ്റ്റ് നമ്മൾ ആ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ എത്രത്തോളം കറിയാണ് അതിൽ നിന്നും ആ ഒരു മാവ് വഴി നമുക്ക് ആ സ്ക്രബ് ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുമ്പോൾ തന്നെ ക്ലീനായി വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് കൈയൊന്നും വേദനിക്കാതെ തന്നെ നമുക്ക് ഇതുപോലുള്ള കറികളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നല്ല കറിയൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്ത് വെച്ചാൽ തന്നെ നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഹാർപ്പിക്കൊക്കെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കൈക്ക് അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയതിന് ശേഷം നിങ്ങൾ ഇതുപോലൊന്ന് സ്ക്രബ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ കൈക്ക് അലർജി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. നല്ല രീതിക്ക് തന്നെ ഞാൻ സ്ക്രബ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഡിഷ് വാഷും കൂടെ ഉപയോഗിച്ചൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ അത് നല്ല രീതിക്ക് ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാലറിയാം മുൻപ് ഞാൻ കാണിച്ച കുക്കറിൻ്റെ പുറകിലുള്ള ആ ഒരു കറയും ഇപ്പോൾ ഉള്ളതും നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രീതിക്ക് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടെ ഞാനൊരു അരമണിക്കൂർ അതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു കറയൊക്കെ എടുക്കാമായിരുന്നു. ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു 5 മിനിറ്റോളം മാത്രം സോക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തതാണ്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പ് തന്നെയായിരുന്നു. ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന ടിപ്സൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. അതാ നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഉണ്ടായിരുന്ന ആ കറ പിടിച്ച കുക്കറിൻ്റെ അടിയും ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കുക്കറിൻ്റെ അടിയും കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ.
അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.